ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാട്ടിലുമൊക്കെ 10-12 ലക്ഷം ആളുകൾ മാത്രമുള്ളപ്പോൾ മലപ്പുറത്ത് ഏതാണ്ട് 45 ലക്ഷം ആളുകളുണ്ട് എന്നതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം ശക്തമാണ്. മലപ്പുറം ജില്ല വിഭജിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ ചെയ്തത്. അങ്ങനെ നിഷ്കളങ്കമായി തന്നെയായിരുന്നു ഞാനിതിനെ കണ്ടതും. 14 ജില്ലയ്ക്ക് പകരം 15 ജില്ല ഉണ്ടാവുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാം. എന്നാൽ ഒരു ജില്ല വിഭജിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനെ അങ്ങനെ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും ഒരിടത്തും വെച്ചിട്ടില്ല. കേരളത്തേക്കാൾ 10 മടങ്ങ് ജനസംഖ്യയുള്ള അനേകം ജില്ലകൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് ജോണി കെ ജോണി. 24 ന്യൂസിൻ്റെ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജോണി കെ ജോണി ഈ വിഷയം ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അദ്ദേഹം പറയുന്നു, നമ്മുടെ ഭരണഘടനയിലോ ഏതെങ്കിലും നിയമത്തിലോ ജില്ലയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ജില്ല ഇങ്ങനെ ആയിരിക്കണം, ഇത്ര ജനസംഖ്യ ഉണ്ടാവണം, ഇത്ര ജനസംഖ്യയ്ക്ക് ഇത്ര ഉണ്ടാവണം എന്ന തരത്തിൽ ഒരു വിഭജനവും ഔദ്യോഗികമല്ല. നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും ഒക്കെ നിയമത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നതാണെങ്കിൽ ഭരണ സൗകര്യത്തിൻ്റെ പേരിലാണ് ജില്ല വിഭജിക്കുന്നത്. ജില്ലാ വിഭജനം അത്ര എളുപ്പമല്ല. ജില്ല വിഭജിച്ചാൽ സർക്കാരിൻ്റെ ഏതാണ്ട് 47 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ജില്ലാ ഓഫീസുകൾ തുടങ്ങണം. ജില്ലാ സൂപ്രണ്ടും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ജില്ലാ രജിസ്ട്രാറും അടക്കം ഉന്നത പദവികൾ പലതും സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. 100 കണക്കിന് തസ്തികകൾ വേണം. ഏതാണ്ട് 1500 കോടിയോളം രൂപ അധിക ബാധ്യതയാവും. അഡ്വക്കേറ്റ് ജോണിയുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ വിഭജനം എന്ന വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു ആശയമായി അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്? ജില്ലാ വിഭജനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്താണ്? ജില്ല വിഭജിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വിശദമായി അഡ്വക്കേറ്റ് ജോണിയോട് ചോദിച്ചപ്പോൾ ജോണി പറഞ്ഞത് ഇങ്ങനെയാണ്. നമസ്കാരം. ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് അടുത്ത സമയത്തൊരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ചർച്ച വളരെയധികം കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. തുടർന്ന് ചില ധ്രുവീകരണ രീതികളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കമന്റുകളും റീലുകളും ഒക്കെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതില് ഈ ഫാക്ട്സ് ഒക്കെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അതില് വസ്തുതാവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരള സമൂഹം ഒരുപാട് ചർച്ച ചെയ്തു. ചർച്ചകളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് താനെ ജില്ലയുടെ പോപ്പുലേഷൻ, അതിനെ സംബന്ധിച്ച് പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. താനെ 2014 വിഭജിച്ചിട്ടുണ്ട്. താനെ 2014 വിഭജിച്ചു എന്ന കാര്യത്തിൽ ഇവിടെ തർക്കമൊന്നുമില്ല. പക്ഷെ താനെ ജില്ല മാത്രമൊന്നുമല്ല, ഈ 2014 താനെ വിഭജിച്ചെങ്കിൽ പോലും ഇപ്പോഴും താനെ ജില്ലയിലെ പോപ്പുലേഷൻ 1 കോടിക്ക് മുകളിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല വലിയ ജില്ലകളുമുണ്ട്. ഇവിടെ ക്ലാരിറ്റി വേണ്ട വിഷയം, ജില്ലാ രൂപീകരണം എന്നത് മാനദണ്ഡം ഇല്ലാത്ത സംഗതിയാണ്. അതായത് നിയമത്തിലൊരു മാനദണ്ഡം പറയുന്നില്ല. ജില്ല വിഭജിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ വിഭജിക്കണമെന്നും പുതിയ ജില്ലകൾ വേണമെന്നും ആവശ്യപ്പെടുന്നവരാണ് അത് ഇന്ന കാരണത്താലാണ് എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം പറയേണ്ടത്. അവിടെ വ്യക്തമായിട്ട് ഒന്നുകിൽ ജില്ലാ വിഭജനം വേണമെന്ന് പറയുന്നവർ ദൂരം കൂടുതലാണ്, വിസ്തൃതി കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജില്ലാ വിഭജനം വേണം. അങ്ങനെ പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ദൂരെ കൂടുതലുള്ള പല സ്ഥലങ്ങളും, അത് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ദൂരെ കൂടുതലുള്ള പല പ്രദേശങ്ങളും കേരളത്തിലുണ്ട്. ഇപ്പം അമ്പൂരി ടു തിരുവനന്തപുരം ആണെങ്കിലും, ആര്യങ്കാവ് ടു കൊല്ലമാണെങ്കിലും, ഗവി ടു പത്തനംതിട്ടയാണെങ്കിലും, അതുപോലെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളാണെങ്കിലും, അതുപോലെ ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളാണെങ്കിലും, തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ ശരിയാണ് മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പല മേഖലകളിലാണെങ്കിലും, തൃശ്ശൂരിലാണെങ്കിലും, തൃശ്ശൂരിൽ ആതിരപ്പള്ളി, മലക്കപ്പാറ തുടങ്ങിയ ഭാഗങ്ങളാണെങ്കിലും, അതിനപ്പുറത്തേക്ക് പാലക്കാടിലാണെങ്കിൽ പാലക്കാട് നിന്ന് അട്ടപ്പാടി ഭാഗങ്ങളിൽ നിന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുന്നതാണെങ്കിലും, പിന്നെ വയനാടിനെ സംബന്ധിച്ച് 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമുള്ള വയനാട്ടിൽ കാര്യമായിട്ടുള്ള തർക്കങ്ങൾ ഉന്നയിക്കാനിടയില്ലെങ്കിൽ അവർക്കും വേണമെങ്കിൽ ആവശ്യപ്പെടാം. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി ഇതെല്ലാം പ്രത്യേകം ജില്ലകളാക്കണമെന്നൊക്കെ ആവശ്യപ്പെടാം. മലപ്പുറത്താണെങ്കിലും, പിന്നെ മലപ്പുറത്തിന്റെ പ്രദേശത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ
ഈ ദൂരത്തെ സംബന്ധിച്ച് നിലമ്പൂരിലേക്ക് 60 കിലോമീറ്റർ, അതൊക്കെ പാസീവായിട്ട് ചർച്ചയിൽ പറയുന്നതാണ്. ഇതൊന്നും ആരും അളന്നു നോക്കിയിട്ട് പറയുന്നതൊന്നുമല്ല. ആ സമയത്തെ ചർച്ചയിലുള്ള ഓർമ്മകൾ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണകൾ വെച്ചുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പിശകുകൾക്കപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതായിട്ടില്ല. പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലമ്പൂർ ജംഗ്ഷൻ മാത്രമല്ലല്ലോ നിലമ്പൂർ താലൂക്കിനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോത്തുകല്ല് പോലെയുള്ള ഏറ്റവും കിഴക്ക് വശത്തുള്ള സ്ഥലങ്ങളെ പറ്റി ഇവിടെ ചിന്തിക്കണ്ടേ. അപ്പോൾ അവിടുത്തെ ദൂരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 60 കിലോമീറ്റർ അല്ലേ, അല്ല സെന്റർ മാത്രമല്ലല്ലോ വരുന്നത്. അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള ഈ കോഴിക്കോട് കൂരാച്ചുണ്ട് മേഖലയിൽ നിന്നൊക്കെ കോഴിക്കോടിന്റെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരണമെങ്കിൽ എത്രയോ ദൂരം സഞ്ചരിക്കണം. കണ്ണൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരണമെങ്കിൽ എത്രയോ ദൂരം സഞ്ചരിക്കണം. തുടർന്ന് അപ്പുറത്തെ ഭീമനടി കിഴക്ക് അല്ലെങ്കിൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിന് ഭീമനടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരണമെങ്കിൽ ദൂരം മാനദണ്ഡം അല്ലെ വിസ്തൃതി മാനദണ്ഡമാക്കിക്കൊണ്ട് ജില്ലാ വിഭജനം എന്ന് പറയുന്നത് അത് സ്പെസിഫിക് ആയിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ, എങ്ങും പറയുന്നില്ല. പിന്നെ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ കണക്ക് വെച്ച് ആദ്യം പറഞ്ഞല്ലോ, അല്ല താനയുടെ വിഭജനത്തെ സംബന്ധിച്ചാണ് എന്തോ ഫാക്ച്വലായിട്ട് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. 2014 താനെ വിഭജിച്ചു എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല, അത് ആ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പ്രശ്നം അവിടെയല്ല. താനെ വിഭജിച്ചതിന് ശേഷവും താനെ ജില്ലയിൽ 1 കോടിയിൽ പരം ആൾക്കാരുണ്ട്, ബാംഗ്ലൂർ ജില്ലയിൽ 1 കോടിയിൽ പരം ആൾക്കാരില്ല. അതുപോലെ പല സ്ഥലങ്ങളും ആലോചിക്കുമ്പോൾ നമ്മുടെ ന്യൂഡൽഹിയിലെ ചില ജില്ലകള്, ഡൽഹിയിലെ ചില ജില്ലകള് 1 കോടിയിൽ പരം ആൾക്കാരുള്ള ജില്ലകളില്ല. മഹാരാഷ്ട്രയിൽ തന്നെ പൂനെ എന്ന് പറയുന്ന 1 കോടിയോളം അടുത്ത് ജനസംഖ്യയുള്ള ജില്ലയല്ലേ. വെസ്റ്റ് ബംഗാളിലെ ചില ജില്ലകള്, പശ്ചിമ ബംഗാളിലെ ചില ജില്ലകള് 1 കോടിയിൽ പരം ജനസംഖ്യയില്ലേ. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം അധികാര വികേന്ദ്രീകരണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അധികാര വികേന്ദ്രീകരണം യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് മേലെ തലങ്ങളിൽ നിന്നും അധികാരമാണ് വികേന്ദ്രീകരിച്ച് താഴെ തട്ടിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞാൽ കേരളത്തില് DFOമാർ, അതിൽ പലപ്പോഴും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൽ പാസ്സായിട്ട് വരുന്നവരൊക്കെയാണ് DFOമാരായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു വന്യമൃഗം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വേണം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരളത്തിൽ ഒരെണ്ണമേ ഉള്ളൂ. അയാളിൽ തന്നെ ഈ അധികാരം ഇങ്ങനെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. അത് വികേന്ദ്രീകരിക്കണം. അത് വികേന്ദ്രീകരിച്ചിട്ട് ഈ ബാക്കിയുള്ള DFOമാരൊക്കെ തന്നെ കഴിവും പ്രാപ്തി ഇല്ലാത്തവരാണ്, അതോ അറിവില്ലാത്തവരാണ്, അതോ ഒരു റാഷണൽ തിങ്കിങ് ഉള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റുകളിലേക്ക് കൂടുതൽ അധികാരം എത്തണമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ യഥാർത്ഥത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒന്നും വലിയ കാര്യമായിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കുന്നില്ല. അപ്പോൾ കൂടുതൽ അധികാരങ്ങൾ എവിടേക്ക് കൊടുക്കണം? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് അധികാര വികേന്ദ്രീകരണം ഉണ്ടാകണം. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ഏറ്റവും കൂടുതൽ, അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻഡിലാണ് അധികാരം കൂടുതലായിട്ട് വേണ്ടത്. ഇതിപ്പോ ഒരു ജില്ല വിഭജിച്ചുകൊണ്ട് ഇപ്പോ 1982 വിഭജിച്ചതാണ് പത്തനംതിട്ട ജില്ല. ഇപ്പോഴും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. മിനി സിവിൽ സ്റ്റേഷൻ താഴെ വീഴാറായിരിക്കുന്നു. ഇതുവരെ കോടതി സംവിധാനങ്ങളില്ല. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജില്ലാ കോടതിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ലാത്ത ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് ജില്ല വിഭജിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും വികസനം ഉണ്ടായോ? ജില്ല വിഭജിക്കുന്നത് കൊണ്ട് ഇവിടെ പബ്ലിക് എക്സ്ചക്കറിന് കൂടുതൽ ബാധ്യതയുണ്ടായി, കൂടുതൽ ഉദ്യോഗസ്ഥരെ, അതും ഹയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യിക്കുന്നത് ഒരു പ്രയോജനം. 2 പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് കൂടുതലായിട്ടുണ്ടാവും. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് പല സാഹചര്യങ്ങളിലും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ പിന്നെ ഒരു ഏറ്റവും പ്രയോജനം ഉണ്ടാകുന്ന ഈ ചിലപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ജില്ലാതല സംവിധാനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് ഈ പറയുന്ന ഒരു ലെജിസ്ലേറ്റിങ്ങിനുള്ള ബോഡിയൊന്നുമല്ല. പകരം അവിടെ ലെജിസ്ലേറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണെങ്കിൽ പോലും നിയമനിർമ്മാണം എന്ന് പറയുന്ന ഒരു ഭാഗമൊന്നും ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നില്ല. പകരം ചില വകുപ്പുകൾ, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ, അതായത് ഗ്രാമപഞ്ചായത്തുകളെ ഏൽപ്പിച്ചിട്ട് ഉള്ളതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, പലപ്പോഴും ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് വേണോ ജില്ല വേണോ, എവിടെയെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ജില്ല വന്നെങ്കിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാവൂ. എനിക്കതിന്റെ ഒരു വ്യക്തത ഈ കാര്യങ്ങളുടെ പല ചർച്ചകളിലും വരുന്നില്ല.
വസ്തുതാപരമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വിഭജിക്കണമെന്നൊരു മാനദണ്ഡം വെക്കണം. എന്തിനും ഏതിനും ഒരു മാനദണ്ഡം വേണമല്ലോ. അത് തുല്യത ഉണ്ടാകണം എല്ലാ കാര്യങ്ങളും അത് കൺസിഡർ ചെയ്യപ്പെടുമ്പോൾ. അതിനെ വേറെ മറ്റ് ധ്രുവീകരണ രീതികളിലേക്കൊക്കെ ചർച്ചകളൊന്നും പോകേണ്ടതായിട്ടൊന്നുമില്ല. അതിലൊന്നും യാതൊരു കാര്യങ്ങളുമില്ല. ഇത് തന്നെയല്ല, ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ, പൊതുസമൂഹത്തിന് നന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന ചർച്ചകളാണ്. ഇതിനെയൊക്കെ ആരോഗ്യപരമായിട്ട് സമീപിക്കാനായിട്ടുള്ള ഒരു വിശാല മനസ്കത പൊതുസമൂഹം കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പൊതുസമൂഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ചില്ലകളിൽ കൂടുകൂട്ടിയ പക്ഷികളാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പൊതുസമൂഹം എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത് തായ്തടിയാണെങ്കിൽ ആ തായ്തടി വീഴുമ്പോൾ നമ്മളൊക്കെ ഈ ചില്ലകളിലെ കൂട്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ സ്വത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ചില്ലകളെല്ലാം കൂടുകൂട്ടിയിരിക്കുന്നത് സമൂഹം എന്ന് പറയുന്ന തായ്തടിയിലാണ്. ഈ തായ്തടി വീഴുമ്പോൾ ചില്ലകൾക്ക് സ്വയമേവ നിലനിൽക്കാനായിട്ട് കഴിയുകയില്ല, അതും കൂടെ വീഴും. അതുകൊണ്ടാണ് പബ്ലിക് എക്സ്ചക്കറിന് അനാവശ്യമായ ബാധ്യത ഉണ്ടാകുന്ന വിഷയങ്ങളിൽ തുറന്ന് മറുപടി പറയാനായി, അഭിപ്രായം പറയാനായി തയ്യാറാകുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. നല്ല ചർച്ചകൾക്കും എല്ലാ ആശംസകളും നന്മകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. നന്ദി.